കുട്ടികൾ തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ടെൻഷൻ ആവാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ തലയിടിച്ച് കഴിഞ്ഞാൽ തല മുഴച്ച് വരാറുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെമറ്റോമ. പലർക്കും ഇത് ഏത് രീതിയിൽ മാനേജ് ചെയ്യണം, നമ്മൾ ഒഴിയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ പലരും ഇത് നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല, അങ്ങനെ പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ തല എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രോമ കാരണം, ആഘാതം കാരണം നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ഈ ഒരു ഹെമറ്റോമ എന്ന് പറയുന്ന ഈ ഒരു മുഴ സെൽഫ് റെസിസ്റ്റിംഗ് ആണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് തന്നെ പോയിക്കോളും. ഇടിച്ച ഉടനെ നമുക്ക് നല്ല രീതിയിൽ വേദനയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് വെച്ചിട്ട് ഒരു മസാജ്, ചെറിയ രീതിയിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് പച്ചമഞ്ഞൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണെങ്കിൽ അത് നമുക്ക് അരച്ചിട്ട് കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് നമുക്ക് മാനേജ്മെൻ്റ് ഒന്നും അതിന് ചെയ്യേണ്ട ആവശ്യമായിട്ടില്ല. ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, 24 മണിക്കൂർ നമ്മൾ കുട്ടിയെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. കുട്ടിക്ക് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, മയക്കം കാരണം അല്ലെങ്കിൽ ഒരു ബോധക്ഷയം പോലെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ വോമിറ്റിംഗ് എപ്പിസോഡ്സ് ഉണ്ടോ, ഛർദ്ദിക്കുന്നുണ്ടോ, കൂടെ ഛർദ്ദിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരുന്നുണ്ടോ, ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ടോ പോലത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണിക്കും. അല്ലാത്ത പക്ഷം ചെറിയ കുട്ടികളിൽ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കാണാറില്ല. അവർ ഉടനെ തന്നെ അവർ കളി തുടരുന്നുണ്ട്, അതല്ലെങ്കിൽ ഓടി കളിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല.